എല്ലാവർക്കും നമസ്കാരം. പിങ്കീസ് ഡയറീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്ത്രീകൾക്ക് വേണ്ട കുറച്ച് കഴിവുകളെക്കുറിച്ച് നോക്കാം. ഈ കഴിവുകൾ എല്ലാ സ്ത്രീകൾക്കും അത്യന്താപേക്ഷിതമായിട്ട് ആവശ്യമുള്ളതാണ്. അപ്പോൾ പലരിലും ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും, പക്ഷെ എന്നാലും ഇത് അത്യാവശ്യമായിട്ട് എല്ലാ സ്ത്രീകളിലും വേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും അതുപോലെ ശാന്തിയും സമാധാനവും സന്തോഷവും എല്ലാം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ കഴിവുകൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതെന്തൊക്കെയാണെന്ന് നോക്കാം. ഈ കഴിവുകളിൽ ആദ്യത്തെ കഴിവാണ് ഡൊമസ്റ്റിക് സ്കിൽസ്. അപ്പോൾ ഡൊമസ്റ്റിക് സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് ചെയ്യാനുള്ള കഴിവ്. അപ്പോൾ നമ്മൾ കുക്കിംഗ് ചെയ്യുന്നു, അത് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് നല്ല ടേസ്റ്റ് വേണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അത്യാവശ്യം നല്ല രീതിയിൽ പാചകം ചെയ്യാനുള്ള കഴിവ്, അതുപോലെ വീട്ടിലുള്ള ജോലികൾ ചെയ്യാനുള്ള കഴിവ്, എല്ലാത്തിനും ഒരു കഴിവ് വേണ്ടേ, എന്നാലല്ലേ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കഴിവുകൾ മാത്രമല്ല, നമുക്ക് സ്വന്തമായിട്ട് നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാനൊരു കഴിവ് വേണം. ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള കഴിവ് വേണം. മറ്റുള്ളവർ ഒരു പരിധിയിൽ കൂടുതൽ ആശ്രയിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ചാൽ നമ്മുടെ വീട്ടിൽ വഴക്കുകൾ കൂടുതലേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ എന്നും ഹസ്ബൻഡിൻ്റെ കൂടെയാണ് സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഹസ്ബൻഡിന് പലപ്പോഴും ഓഫീസിൽ നിന്ന് വരുമ്പോൾ ലേറ്റ് ആവും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൂഡിന് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉദ്ദേശിച്ച സമയത്ത് നമ്മുടെ അടുക്കളയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടില്ല. അപ്പോൾ വീട്ടിൽ വഴക്കുണ്ടാവും. അപ്പോൾ അതിനുള്ള പരിഹാരം എന്താ? നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് പോയി തന്നെ വാങ്ങാം. ചിലപ്പോൾ വണ്ടി ഓടിക്കാൻ അറിയുന്നവർക്കാണെങ്കിൽ സിമ്പിളായിട്ട് വണ്ടി എടുത്ത് പോയി വാങ്ങാം. അതും അല്ലെങ്കിൽ ഒരു ഓട്ടോ പിടിച്ച് പോവാം. കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. കുട്ടികളെയും കൊണ്ട് നമുക്ക് പോയി വാങ്ങാവുന്നതാണ്. അതിനൊരു കഴിവുണ്ടാക്കിയെടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള കഴിവ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതാണ് വീടിൻ്റെ ഒരു സമാധാനത്തിനും അതുപോലെ നമ്മുടെ ഒരു സന്തോഷത്തിനും. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഡൊമസ്റ്റിക് സ്കിൽസ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് മെയിൻറ്റെയിനിങ് സ്കിൽസ്. നമ്മുടെ വീട്ടിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, പക്ഷെ എല്ലാം റിപ്പയർ ചെയ്യാനായിട്ട് നമുക്കറിയോ? ഇല്ല. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വെക്കണം, ചില കാര്യങ്ങൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ പാത്രങ്ങളൊക്കെ നല്ല രീതിയിൽ വെക്കാനൊക്കെ നമുക്കറിയാം, പക്ഷേ ഒരു പെട്ടെന്ന് അടുക്കളയിൽ ബൾബ് ഫ്യൂസായി പോയി, മാറ്റാൻ എത്ര പേർക്കറിയാം? അതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ കുക്കറിൻ്റെ അതിൻ്റെ പിടി ലൂസായിട്ടുണ്ട്, ഹാൻഡിൽ ലൂസായിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്യാനായിട്ട് അത് ടൈറ്റ് ചെയ്യാൻ പോലും അറിയാത്ത ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിൽ പോലും അതറിയണം. അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഈ മെയിൻറ്റെയിനിങ് സ്കിൽസും അത്യാവശ്യമായിട്ടുള്ളതാണ്. ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് ടൈം മാനേജ്മെൻറ്റ് സ്കില്ല്. സമയത്തെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്. നമുക്ക് എല്ലാവർക്കും 24 മണിക്കൂറാണ് കിട്ടുന്നത്, പക്ഷേ ഇതെങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. നമ്മൾ ചിലപ്പോൾ വെളുപ്പിന് 4 മണിക്ക് എഴുന്നേൽക്കുന്നതായിരിക്കും, എന്നാലും രാത്രി 10 മണിയായാലും ചിലപ്പോൾ പണികൾ തീരില്ല. ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാതെ നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കും. അതിൻ്റെ കാരണം എന്താ? നമുക്ക് സമയത്തെ എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കണം എന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്ന് എഴുതി വയ്ക്കുക. ഓരോ കാര്യത്തിന് എത്ര സമയം വേണ്ടി വരുന്നൊന്ന് കണക്ക് കൂട്ടുക. അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ചാലും മതി, എഴുതി വെക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം കറി വയ്ക്കാൻ ഇത്ര സമയം വേണം, കഞ്ഞി വയ്ക്കാൻ ഇത്ര സമയം വേണം, അതുപോലെ വീട്ടിലെ ക്ലീനിങ്ങിന് ഇത്ര സമയം വേണം. അപ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, അതനുസരിച്ച് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്ക് സമയമില്ല എന്നുള്ള പരാതി ഒഴിവാക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഒരു കഴിവാണ് മണി മാനേജ്മെൻറ്റ് സ്കിൽസ്. പണം കൈകാര്യം ചെയ്യാനുള്ള കഴിവ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ നമ്മൾ വീട്ടമ്മയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ജോലിക്ക് പോയി പണം സമ്പാദിക്കുന്ന ഒരാളായിരിക്കും. എങ്ങനെയുള്ള ആളായിക്കോട്ടെ, നമുക്ക് പണം കൈകാര്യം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് സമ്പാദിക്കാനായിട്ട് അത് ഫലപ്രദമായി വിനിയോഗിക്കാനുള്ള ഒരു കഴിവ് വേണം. ഇപ്പോൾ വിപണിയിൽ ഒരു പുതിയ പാത്രം ഇറങ്ങിയിട്ടുണ്ട്, നമുക്ക് ചിലപ്പോൾ തോന്നും വാങ്ങണം. പക്ഷെ ആലോചിക്കുക, നമുക്കത് ആവശ്യമാണോ? അല്ലെങ്കിൽ വീട്ടിൽ കടബാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ പണം നമുക്ക് പിടിച്ചു വെച്ച് ചിലവ് ചെയ്യാമെന്നുള്ളത് ആലോചിക്കുക. എവിടെയൊക്കെ നമുക്ക് പണം ലാഭിക്കുക എന്നുള്ളത് ആലോചിക്കുക. എവിടെയൊക്കെ നന്നായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് ആലോചിക്കുക. അപ്പോൾ പണം നന്നായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് വളരെയധികം വേണ്ടതാണ്. ആണുങ്ങളെക്കാൾ കൂടുതൽ എൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീകൾക്ക് ആ ഒരു കഴിവ് വേണം. അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ ബഡ്ജറ്റ് മൊത്തത്തിൽ താളം തെറ്റും, വരവിനേക്കാൾ കൂടുതൽ ചിലവാകും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എപ്പോഴും കരുതൽ വേണം. പണം കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വളരെ അത്യാവശ്യമായിട്ട് എല്ലാവർക്കും വേണ്ട ഒന്നാണ്. ഇനി നമുക്ക് അടുത്ത കഴിവ് എന്താണെന്ന് നോക്കാം.
ഇനി അടുത്തതായിട്ട് എല്ലാവർക്കും വേണ്ട ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അതായത് നല്ല രീതിയിൽ ആശയവിനിമയം നടത്താനുള്ള കഴിവ്. നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും തോന്നാറുണ്ട്, പക്ഷെ എല്ലാം നമ്മളെല്ലാവരോടും വെട്ടിത്തുറന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഓരോരുത്തരോട് എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ചിലപ്പോൾ അച്ഛനോട് സംസാരിക്കുന്ന പോലെ ആവില്ല നമ്മൾ അമ്മേനോട് സംസാരിക്കുന്നത്, അതുപോലെ ആവില്ല അനിയനോട് സംസാരിക്കുന്നത്. ഓരോരുത്തരോടും സംസാരിക്കുന്ന രീതി വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് വ്യത്യാസം ഉണ്ടാവും. ഇപ്പം നമുക്കൊരു കൂട്ടുകാരനെയോ അല്ലെങ്കിൽ കൂട്ടുകാരിനെ എടാ, എടി, നീ എന്നൊക്കെ വിളിക്കാം, പക്ഷെ അത് ചിലപ്പോൾ നമുക്ക് ഭർത്താവിനെ വിളിക്കാൻ പറ്റുമോ? വിളിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ ഇന്നത്തെ കാലത്ത്, എന്നാലും എല്ലാവർക്കും അങ്ങനെ വിളിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ ഒരാളോട് എന്ത് സംസാരിക്കണം, എന്തൊക്കെയാണ് നമ്മുടെ പരിധികൾ, നമ്മുടെ വാക്കുകൾ ഏത് രീതിയിലാണ് പോവേണ്ടത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതുപോലെ നയത്തിലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഉള്ളൊരു കഴിവ് വേണം. അല്ലെങ്കിൽ വീട്ടിൽ ലഹളയായിരിക്കും, അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മുടെ സംസാര രീതി വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഇനി അടുത്തതായിട്ട് എല്ലാവർക്കും വേണ്ട ഒരു സ്കില്ലാണ് ഹെൽത്ത് സ്കിൽസ്. നമ്മുടെ ആരോഗ്യപരമായി വേണ്ട കഴിവുകൾ. അതായത് നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മുടെ ഉത്തരവാദിത്തമാണ്, അത് മറ്റുള്ളവരുടെ ഉത്തരവാദിത്തം അല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണം. നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണം, അതായത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്, അല്ലാതെ കുറേ ഭക്ഷണം വലിച്ചു വാരി കഴിക്കുന്നതിൽ അർത്ഥമില്ല. പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയ ഭക്ഷണം. അപ്പോൾ പച്ചക്കറികൾ കൂടുതലായിട്ട് കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, നട്ട്സ് കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാതെ വീട്ടിൽ ബാക്കി വരുന്നതെല്ലാം കഴിച്ചു തീർക്കുക, അല്ലെങ്കിൽ വെറുതെ കുറേ ചോറ് മാത്രം കഴിക്കുക, അതിലർത്ഥമില്ല. നമുക്ക് നമ്മുടെ ബോഡീനെ കാത്തു സൂക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണം കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ടും കാര്യമില്ല, ആ ഭക്ഷണം കഴിക്കുന്നത് നല്ല രീതിയിൽ കഴിക്കുക. പിന്നെ അത്യാവശ്യം എക്സസൈസും കാര്യങ്ങളും ഒക്കെ വേണം, അല്ലെങ്കിൽ യാതൊരു കാര്യവുമില്ല. വെറുതെ ഭക്ഷണം കഴിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, അത്യാവശ്യം നല്ല ഫിസിക്കൽ എക്സസൈസും കൂടെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഒരു സ്കില്ലാണ് ഇറ്റ്സ് ഓക്കെ സ്റ്റേ കാം. ഇത് കേൾക്കുമ്പോൾ ഇതെന്താണെന്ന് ഓർക്കും, വേറെ ഒന്നുമല്ല, നമ്മളോട് പലരും പല രീതിയിൽ പെരുമാറും. അപ്പോൾ ഏത് സിറ്റുവേഷനിലായിക്കോട്ടെ ഇത് ഓക്കെയാണ്, സാരമില്ല, പൊക്കോട്ടെ എന്ന് ഓർത്തിട്ട് സമാധാനിക്കാനുള്ളൊരു കഴിവ്. ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ കളയാമെന്ന് പറയില്ലേ, ആ ഒരു സംഭവമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വെറുതെ അനാവശ്യമായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളും ഒന്നും നമ്മുടെ ഉള്ളിലേക്ക് വലിച്ചു വെക്കേണ്ട കാര്യമില്ല. അതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ പണത്തിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരുപാട് ടെൻഷൻ അടിച്ച് കൂട്ടിയിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പോൾ ബൈബിളിലൊക്കെ പറയുന്നുണ്ട്, നമ്മൾ വെറുതെ ഉത്കണ്ഠപ്പെട്ടിട്ട് നമ്മുടെ ആയുസിൻ്റെ ഒരു മുഴം പോലും കൂട്ടാനായിട്ട് നമുക്ക് പറ്റില്ല എന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല, നമുക്കൊരു പരിധിയിൽ കൂടുതൽ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഒരു പരിധിയിൽ കൂടുതൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ സാരില്ല, എല്ലാം ശരിയാവും എന്നോർത്ത് ശാന്തമായിട്ടിരിക്കാനുള്ളൊരു കഴിവ് വേണം. അങ്ങനെ ഒരു കഴിവ് നമുക്കില്ലെങ്കിൽ നമ്മുടെ കുടുംബം താറുമാറാവും. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ നമ്മളാണ് വീട്ടിലെ മെയിനായിട്ടുള്ളൊരു സപ്പോർട്ടിങ് സിസ്റ്റം എന്ന് വിചാരിക്കുക. അങ്ങനെ വിചാരിക്കുമ്പോൾ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും. അപ്പോൾ നമ്മളെ ചുറ്റിപ്പറ്റി ഒരുപാട് പേരുണ്ട്, അപ്പോൾ നമ്മൾ അവർക്ക് ധൈര്യം നൽകുകയാണെങ്കിൽ അവരും സമാധാനത്തോടെ ഇരിക്കും. നമ്മൾ ഡൗൺ ആവുകയാണെങ്കിൽ നമ്മുടെ വീടും മൊത്തത്തിൽ ഡൗൺ ആവും. അപ്പോൾ എപ്പോഴും സമാധാനത്തോടെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഒരു സ്കില്ലാണ് സെൽഫ് ഡിഫെൻസ്. എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ അവിടെ സ്വയം പൊരുതി നിൽക്കാനുള്ളൊരു കഴിവ് വേണം. അതുപോലെ വെറുതെ ഒന്നും അറിയാത്ത പോലെ മയങ്ങി നിന്നിട്ട് കാര്യമില്ല, എപ്പോഴും അറ്റൻറ്റീവായിട്ട് നിൽക്കുക. എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ട് കഴിഞ്ഞാൽ പ്രതികരിക്കാനുള്ളൊരു കഴിവ്, അങ്ങനെയുള്ള കഴിവും അത്യാവശ്യമാണ്. ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ ബസ്സിൽ പോവുകയോ അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുകയോ ചെയ്യുമ്പോൾ നമ്മളോട് ആരെങ്കിലും അപമര്യാദയായിട്ട് പെരുമാറിയാൽ അതിനെതിരെ പ്രതികരിക്കാൻ, അതിനെതിരെ ശബ്ദം ഉയർത്താനുള്ളൊരു കഴിവ് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. അപ്പം നമ്മുടെ നേർക്ക് വരുന്ന അനീതികളോട് പ്രതികരിക്കാനുള്ളൊരു കഴിവ്, അതിനെ തടുത്തു നിർത്താനുള്ളൊരു കഴിവും നമുക്ക് വേണം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഒരു സ്കില്ലാണ് പ്രോബ്ലം മാനേജ്മെൻറ്റ് സ്കിൽസ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ നേരിടാനുള്ളൊരു കഴിവ്. പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ പതറിപ്പോവാതെ ധൈര്യമായിട്ട് മുന്നോട്ട് നിന്ന് അതിനെ നേരിടാനുള്ള കഴിവും നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. അതിപ്പോൾ എന്ത് രീതിയിലുള്ള പ്രശ്നമായിക്കോട്ടെ, സാമ്പത്തികമായിക്കോട്ടെ അല്ലെങ്കിൽ ആരോഗ്യമായിക്കോട്ടെ, അതും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കൊറോണ പോലുള്ള രോഗങ്ങൾ അങ്ങനെയുള്ളത് വരുമ്പോൾ പലർക്കും പേടിയാണ്, എനിക്ക് വരുമോ, എൻ്റെ വീട്ടിലുള്ളവർക്ക് വരുമോ. അങ്ങനെയല്ല, നമ്മൾ അതിനെ ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യം നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. അപ്പോൾ എന്ത് പ്രശ്നം വന്നാലും അതിനെ നേരിടാനുള്ളൊരു കഴിവും നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഒരു കഴിവാണ് നോ ഹൂ ഐ ആം. ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു കഴിവ്. എൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ്, എൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, എനിക്ക് എന്തിനൊക്കെ സാധിക്കും, അതുപോലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ളൊരു കഴിവ് നമുക്ക് വേണം. അപ്പം നമ്മുടെ ലിമിറ്റേഷൻസും അതുപോലെ നമ്മുടെ കഴിവുകളും നമ്മുടെ കഴിവുകേടുകളും എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ
പലപ്പോഴും എല്ലാ കാര്യങ്ങളും നമുക്കറിയാൻ പറ്റില്ല. എന്നാലും ഒരു പരിധി വരെ നമ്മളെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക, നമ്മൾ തളർന്നു പോവോ അതോ നമുക്ക് ധൈര്യമായിട്ട് നിൽക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം നമ്മളെക്കുറിച്ചൊരു ധാരണ നമുക്ക് എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ സ്വയാവബോധം എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും നമ്മളെക്കുറിച്ച് ഉള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം, നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ട, നമ്മുടെ ജീവിതത്തിൽ വേണ്ട കുറച്ച് സ്കില്ലുകളെ പറ്റിയാണ് ഞാനിന്ന് സംസാരിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.